പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആര്യനെയും ജിഫേലിനെയും അമിതമായി ആശ്രയിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ബിഗ് ബോസിൽ ഇപ്പോൾ ഉയരുന്നത്. കാരണം അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ആകെപ്പാടെ പ്രശ്നത്തിലാണ്. കാരണം ഇന്നലത്തെ ടാസ്കിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് ആര്യനാണ് എന്നുള്ളത് മറ്റ് മത്സരാർത്ഥികൾക്കിടയിൽ പടർന്നു പന്തലിച്ചിട്ടുണ്ട്. കാരണം ആര്യനെയും ജിഫേലിനെയും മിക്കവാറും എല്ലാ ടാസ്കിലും ആശ്രയിക്കുന്നു. അവരല്ലാതെ വേറെ ആരുമില്ലേ? ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് അഭിലാഷും ഒനിയൻ സാബും ഒക്കെ തന്നെ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒനിയൻ സാബു, അഭിലാഷ് ഇന്നലെ ടാസ്കിൻ്റെ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ധൈര്യപൂർവം പോകാം, എന്ത് നേരിടാൻ തയ്യാറാ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ട് എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ആര്യൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒനിയൻ സാബുവിനെ ഈ അഭിലാഷിനെ നമുക്ക് കണ്ടു. അഭിലാഷ് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ പോകാം, ഞാൻ മുട്ട അടിക്കാൻ തയ്യാറാണ്, ഞാൻ എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞാനിത് സമ്മതിച്ചത്. അപ്പം ആൾക്കാർ പറയുന്നത് കേട്ട് എൻ്റെ കാലിന് പ്രശ്നമായതുകൊണ്ട് എന്ത് കാര്യം ഇവിടുത്തെ ഏത് മത്സരാർത്ഥി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്ത് കാര്യവും ഞാൻ ചെയ്യും. സത്യം പറഞ്ഞ അഭിലാഷ് ഈ ടാസ്കിൽ അഭിലാഷിൻ്റെ ഈ കാലുവയ്യായ്മ എന്നൊരു പ്രശ്നമാക്കി മാറ്റിയിട്ടില്ല. അപ്പം ഏത് മത്സരാർത്ഥി കളിക്കുന്നത് പോലെ തന്നെ അഭിലാഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻസ് ആയാലും ഏത് ടാസ്ക് ആയാലും ഏത് കാര്യം, ഓട്ടത്തിലായാലും എല്ലാം അഭിലാഷ് മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് ആ കാര്യം എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ മത്സരാർത്ഥികളെല്ലാം എന്ത് കാര്യം പറഞ്ഞാലും ആര്യൻ പോകട്ടെ, ജിഫേൽ പോകട്ടെ, ഇതെന്ത് പരിപാടിയാണ്, ഈ പരിപാടി ഇവിടെ നിർത്തണം, മറ്റുള്ളവരുടെ മത്സരാർത്ഥികളല്ലേ, അവരെന്താ പോകാൻ പറ്റത്തില്ലേ എന്നൊക്കെ അഭിലാഷ് ചോദിക്കുന്നുണ്ട്. ഒനിയൻ സാബുവും മറ്റു മത്സരാർത്ഥികളെല്ലാം ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഗ്രൂപ്പിനുള്ളിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ആര്യൻ, അപ്പാനി, അക്ബർ, ചില ജിഫേല്, അങ്ങനെ ചില ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനെതിരെ ശക്തമായ പോരാട്ടം തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ എന്താ പറയുന്നത്, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തീയും പോവുകയൊക്കെ ഉയരുമല്ലോ. അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും. ഇനി ടാസ്ക് വന്നാൽ ഒരു കാരണവശാലും ജിഫേലിനെയോ ആര്യനെയോ വിടാൻ പാടില്ല എന്നാണ് ഇവരുടെ തീരുമാനം. ഈ ടാസ്ക് കൊണ്ട് നശിപ്പിച്ചത് ആര്യൻ ഒരാളാണ് എന്ന് ഇവർ പലപ്പോഴും പറയുന്നുണ്ട്. അനീഷ് നൈസായിട്ടങ്ങ് മാറിയെന്ന് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തു. പറഞ്ഞ ചില കാര്യങ്ങൾ ഇവർക്ക് ഇപ്പോഴും ജയിച്ചിട്ടില്ല. തലമുണ്ടനം ചെയ്യാൻ പറ്റില്ല, അച്ഛൻ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ എന്താണെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ഏതായാലും ആര്യൻ മനഃപൂർവ്വം ഈ ടാസ്ക് കുഴപ്പിക്കളഞ്ഞു. തലമുണ്ടനം ചെയ്യാൻ പറ്റില്ല, ചാവാൻ വരെ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. എന്നിട്ട് എന്താണ് ഈ കാണിച്ചത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഏതായാലും നമ്മൾ ആദ്യം തൊട്ടേ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം, ഏത് ടാസ്ക് വന്നാലും ഒന്ന് ആരും പോട്ടെ, ഒന്ന് ജിഫേൽ പോട്ടെ എന്നാ പറയാം. മറ്റൊരാൾക്ക് വേണ്ടിയായിരിക്കും മാറ്റം ഉണ്ടാകുന്നത്. അത് ഷാനവാസ് ആകാം, അക്ബർ ആകാം, പിന്നെ അവരാരെങ്കിലുമൊക്കെ ആകാമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ അല്ല. ആരും ടാസ്കിലൊക്കെ വളരെ മികച്ച് നിൽക്കുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ബുദ്ധിപരമായി ചിന്തിക്കാനുള്ള കഴിവ് ആര്യനില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇന്നലെ അത് മുട്ടയടിച്ചിരുന്നെങ്കിൽ ആര്യൻ്റെ ഇമേജ് അങ്ങ് കൂടിയാനെ അല്ലേ. ടീമിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്താൽ തയ്യാറായ വ്യക്തി എന്ന് പറയും. അതുപോലെ മുട്ടയടിച്ചാൽ തന്നെ ആര്യനെ ഇതിൽ നിന്ന് പുറത്ത് പോകുമ്പോഴത്തേന് 100 ദിവസം കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ ഏതായാലും മുടി കിളിക്കുമെന്നുള്ള ഉറപ്പാണ്. പക്ഷേ അത് പോലും തയ്യാറായില്ല. എനിക്ക് തോന്നുന്നു തലമുണ്ടനം ചെയ്യുക എന്ന് പറയുന്നത് മിക്കവാറും പളനി പോയി തലമുണ്ടനം ചെയ്യത്തില്ലേ എന്നങ്ങ് കരുതിയാൽ മതിയായിരുന്നു. അതുപോലും കരുതാൻ സ്ഥിരമായിട്ടിപ്പം തലമുണ്ടനം ചെയ്യും. കാലഘട്ടമൊക്കെ മാറിപ്പോയി. നമ്മൾ പളനി പോയി കഴിഞ്ഞാൽ അവിടെ നേർച്ചയുള്ളവരും നേർച്ചയില്ലാത്തവരൊക്കെ തലമുണ്ടനം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ ചൂട് സമയത്ത് തലമുണ്ടനം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല, മുടിയൊന്നൊരു പ്രശ്നമല്ല. പക്ഷേ ആര്യൻ അതിന് തയ്യാറായില്ല. എനിക്ക് തോന്നുന്നു ആര്യനെതിരെ ഒരു മികച്ചൊരു പടനീക്കം അവിടെ ഉണ്ടാകുന്നുണ്ട്. ജിഫേലും ആര്യനും ഒക്കെ എതിരായിട്ട് അത് വരും ദിവസങ്ങളിൽ ചൂട് പിടിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ മോർണിംഗ് ടാസ്കിലൊക്കെ വരുമ്പോൾ ഇത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും ആര്യൻ്റെ ക്യാപ്റ്റൻസിക്കുള്ള പരാജയമായിട്ടും ഒക്കെ ഓരോരുത്തർ കണക്ക് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ആര്യൻ ക്യാപ്റ്റനായിരുന്നു, മറ്റു മത്സരാർത്ഥികളെ പോലെ അല്ല. ടീമിൻ്റെ പരാജയം എന്ന് പറഞ്ഞാൽ ആര്യൻ്റെ വ്യക്തിപരമായ ഒരു പരാജയം കൂടാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ. അപ്പോൾ അത് മുന്നിട്ടിറങ്ങേണ്ടത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ആര്യൻ്റെ ഒരു കടമയായിരുന്നു. അതിൽ തികഞ്ഞ പരാജയമായിട്ട് ആര്യൻ മാറി. ആ ടാസ്ക് പരാജയപ്പെട്ടു. അപ്പോൾ ഇനി മുതൽ
ടാസ്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ആരിനെയും ജിഫേനെ അടുപ്പിക്കുക പോലും ചെയ്യത്തില്ല എന്ന് തന്നെയാണ് അഭിലാഷ് മോനിയും ഫാബുവും ഒക്കെ പറയുന്നത്. ഏതായാലും ഷാനവാഫും അതുപോലെ നമ്മുടെ അനീഷും ഒക്കെ തന്നെ കൂടെ നിൽക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എനിക്ക് തോന്നുന്നു ഒരിക്കലും ഓർക്കപ്പുറത്ത് പല കോണിയിൽ നിന്നും ആരിനെതിരെ വിമർശനമുണ്ട്. അക്ബറും ചൂടായി തിളച്ചു കൊണ്ടുവരികയായിരുന്നു, അക്ബറും അപ്പാനിഷ് ശരത്തും ഒക്കെ. ഏതായാലും ആരിനെ എതിരെ ശക്തമായ പ്രതിഷേധമുണ്ട്, അതുപോലെ ജിഫേനെതിരെ. അപ്പോൾ ഇനിയുള്ള അടുത്ത ടാസ്കിലൊക്കെ എങ്ങനെയാകും എന്ന് തന്നെ നോക്കിക്കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.